അസ്വസ്ഥജനകമായ ഒരു ഗവേഷണം അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം 2 ഭാഗങ്ങളായി വിഭജിക്കുകയാണെന്നും ഗവേഷണ പ്രബന്ധം പറയുന്നു. ഇതിലെ ഏറ്റവും വലിയ ഭീഷണി ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവയും UP പോലുള്ള ചില സംസ്ഥാനങ്ങളുമാണ്. സംസ്ഥാനങ്ങൾ പതുക്കെ ഹിമാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഈ നിരക്കിൽ ഇത് തുടരുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഇത് ഇത്ര കണ്ട് മോശമായത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. ഈയൊരു പ്രോസസ് ഇതിനകം ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു നിമ്മീസ് വ്ലോഗ്. 2023 ഡിസംബറിൽ ചൈനയുടെ ഓവർ ദി കൗണ്ടർ ഓഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റുകൾ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ വടക്കേ അറ്റത്തെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തി. മറ്റൊരു ടെക്ടോണിക് ഫലകത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്ര പ്രതിഭാസം അവർ നിരീക്ഷിച്ചു. ഇതേ ടെക്ടോണിക് പ്ലേറ്റുകളുടെ പിളർപ്പ് ആഫ്രിക്കയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയുടെ വിഭജനത്തിലും ഇത്തരത്തിലുള്ള പിളർപ്പ് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ പ്ലേറ്റുകളുടെ വിഭജനം വടക്ക് മുകളിലെ ഭാഗത്ത് നിന്നാണ് സംഭവിക്കുന്നത്. Now a lot of question arise. ഇന്ത്യയുടെ ഉപരിതലത്തിന് കീഴിലുള്ള ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്ത്യയെ ചൈനയിലേക്ക് തള്ളിവിടുന്ന ഭൂമിയുടെ അടിത്തട്ടിൽ എന്ത് പ്രതിഭാസമാണ് സംഭവിക്കുന്നത്? നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമോ? ഇതിലും പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ വിനാശകരമായ സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും? ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലമായ ടിബറ്റിലേക്ക് പോവാം. 2022 മെയ് 5 സിച്ചുവാൻ മേഖലയിൽ ഭൂമി പെട്ടെന്ന് കുലുങ്ങാൻ തുടങ്ങി. ഉടൻ തന്നെ കെട്ടിടങ്ങളും വീടുകളും തകർന്നു വീണു. അവിടെയുള്ളവർക്ക് എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ ഭൂമി സമയം കൊടുത്തില്ല. എല്ലാം ഒരു പുക പോലെയായി. ഏകദേശം 100 പേർ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ടിബറ്റിലുണ്ടായ 2046 ഭൂകമ്പമാണിത്. അങ്ങനെ വെറും 5 വർഷത്തിനുള്ളിൽ ഒരിടത്ത് തന്നെ 2000-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായി. നിങ്ങൾക്കിത് ഒരു വിചിത്രമായി തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജിയോളജിസ്റ്റുകൾ ഈ പ്രദേശത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. കൂടാതെ ഗവേഷണത്തിനായി അവർ ഇന്ത്യയിലും പ്രവേശിച്ചു. അപ്പോൾ അവർ എന്തായിരിക്കും കണ്ടെത്തിയതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? 2023 ഭൂകമ്പമുണ്ടായ ഒരേ ഒരു രാജ്യം വടക്കേ അമേരിക്കയായിരുന്നു. 2021-22 ഇരട്ട ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. ഈ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് ഇന്ത്യയുടെ ഭൗമശാസ്ത്ര മന്ത്രി കിരൺ റിജിജു സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തുടക്കത്തിൽ ലഡാക്ക്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, നേപ്പാൾ, ടിബറ്റ് എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പിളർപ്പ് ഉണ്ടാകുമെന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞരും കരുതിയിരുന്നു. എല്ലാത്തിനുമുപരി ഇന്ത്യൻ ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും അതിർത്തിയിൽ 2 ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട്. ഇത്തരം അതിർത്തികളിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് സാധാരണയാണ്. എന്നാൽ ഈ ഭൂകമ്പങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് വളരെ വലുതായി വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൂകമ്പം ഈ 2 പ്ലേറ്റുകളുടെയും അതിർത്തി പ്രദേശത്ത് മാത്രം പരിമിതപ്പെടുന്നില്ല. ഈ അതിർത്തികൾ കറാച്ചിയിൽ നിന്ന് ലഡാക്ക് വരെ പോകുന്നു. തുടർന്ന് ടിബറ്റിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് തിരിച്ച് മ്യാൻമാറിലേക്കും പോകുന്നു. അതായത് അതിർത്തി കാരണം ഭൂകമ്പമുണ്ടായാൽ പടിഞ്ഞാറ് പാകിസ്ഥാനിലും കിഴക്ക് മ്യാൻമാറിലും ഭൂചലനം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ വളരെ വിചിത്രമായി കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ മുഴുവൻ അതിർത്തിയിലും 5 ഭൂകമ്പങ്ങളിൽ 4 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഈ പ്രദേശത്തിന് താഴെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ശക്തിയേക്കാൾ വളരെ തീവ്രമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഹിമാലയം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഹിമാലയത്തിന്റെ രൂപീകരണം ഈ 2 ഫലകങ്ങളുടെ കൂട്ടിയടി മൂലം മാത്രമല്ല, 3 പ്ലേറ്റുകളുടെ കൂട്ടിയടി കാരണമാണ്. ഏകദേശം 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ഇടയിൽ തെതിസ് ഓഷ്യൻ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ ഫലകത്തിന്റെ ചുവട്ടിൽ 3ാമതൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതാണ് ശിരോദ പ്ലേറ്റ്.
ഇന്ത്യൻ പ്ലേറ്റ് ഗ്വാണ്ടനയിലൂടെ തകർന്ന ഉടൻ തെതിസ് സമുദ്രത്തിന് താഴെയുള്ള ശിരോദ ഫലവുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടി മൂലം ശിരോദ പ്ലേറ്റ് ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകൾക്കിടയിൽ തകരാൻ തുടങ്ങി. ഇക്കാരണത്താൽ തെതിസ് കടലിന്റെ അടിഭാഗം അതിനു താഴെയുള്ള ശിരോദ ഫലകത്തിന് മുകളിൽ ഉയർന്നു തുടങ്ങി. ശിരോദ ഫലവും തന്നെ യുറേഷ്യൻ ഫലകത്തിന് താഴെ തകരാൻ തുടങ്ങി. അതായത് ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പാണെന്ന കാര്യം ഓർക്കണം. തെതിസ് കടലിന്റെ അടിത്തറ ഇന്ന് ഹിമാലയൻ പർവ്വത നിരകളായി മാറി. എന്നാൽ ഈ കൂട്ടിയിടിക്ക് ശേഷവും ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ ഫലകത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒടുവിൽ ഈ 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചപ്പോൾ ശേഷിക്കുന്ന ഹിമാലയവും രൂപപ്പെട്ടു. 3 ഫലകങ്ങളുടെ കൂട്ടിയിടിയാണ് ഹിമാലയ പർവ്വത നിരകളുടെ ജനനത്തിന് കാരണമായത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഇൻ ദ ലാസ്റ്റ് 6 years ഈ മുഴുവൻ അതിർത്തിയിൽ വരുന്ന 5 ശൂകങ്ങളിൽ 4 മാത്രമാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഈ മേഖലയിൽ മാത്രം ശിരോദ പ്ലേറ്റ് യുറേഷ്യൻ ഫലകത്തിന് താഴെയായി. ഇപ്പോൾ സ്വാഭാവികമായും ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിൽ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ടിബറ്റിലും ഇന്ത്യയിലും തുടർച്ചയായ ഭൂകമ്പം ഉണ്ടാകുന്നു. എന്തെങ്കിലും ഈ ശിരോദ പ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ യുണൈറ്റഡ് സ്റ്റേറ്റിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റുകൾ ടിബറ്റൻ മേഖലയിലെ എല്ലാ ടെക്ടോണിക് പ്ലേറ്റുകളെയും ഒരുമിച്ച് പഠിച്ചു. പിന്നെ അവർ എല്ലാ പ്ലേറ്റുകളുടെയും അതിരുകൾ മാപ്പ് ചെയ്യാൻ തുടങ്ങി. അവർ അസാധാരണമായ ഒന്നാണ് തിരഞ്ഞെടുത്തത്. മറ്റൊന്നുമല്ല, ചൂട് നീരുറവ. അവരെങ്ങനെയാണ് ഗവേഷണത്തിനായി ഇത് ഉപയോഗിച്ചതെന്ന് നോക്കാം. ഭൂമിയിൽ പൊട്ടിത്തെറിക്കുന്ന ലാവയുമായി ഭൂഗർഭജലം സമ്പർക്കം പുലർത്തുകയും ചൂടാകുകയും ചെയ്യുമ്പോഴാണ് ചൂട് നീരുറവകൾ ഉണ്ടാകുന്നത്. കൂടാതെ ഇത് ഉപരിതലത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഭൂമിയിലെ ചൂട് നീരുറവകളിൽ ധാരാളം സംയുക്തങ്ങളുണ്ട്. അതിനാൽ ഗവേഷകർ ഈ സംയുക്തങ്ങളിൽ നിന്ന് ഹിമാലയത്തിന്റെ ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചു. അവയാണ് ഹീലിയം 3ഉം ഹീലിയം 4ഉം. ഈ 2 പ്ലേറ്റുകളുടെയും അതിർത്തിയിലൂടെ ഒരു ഭൂപടമുണ്ടാക്കി. എന്തുകൊണ്ടായിരിക്കാം ഈ ഗവേഷകർ ഹീലിയം മാത്രം തെരഞ്ഞെടുത്തത്? കാരണം ഗവേഷകർക്ക് അറിയാമായിരുന്നു, അതായത് ചൂട് നീരുറവകൾ നിലവിലെ യുറേനിയവുമായി പ്രവർത്തിക്കുമ്പോൾ അത് ഹീലിയം 4 ആയി മാറുന്നു. എപ്പോഴാണോ ഹീലിയം 3 വർദ്ധിക്കുന്നത് അപ്പോൾ അതിനർത്ഥം അവിടെ പുറന്തോട് നേർത്തതാണ് എന്നാണ്. ഹീലിയം 4 കൂടുകയാണെങ്കിൽ അപ്പോൾ അവിടെ പുറന്തോട് കട്ടിയുള്ളതായി മാറുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവേഷകർ ടിബറ്റിന് ചുറ്റുമുള്ള 225 ചൂട് നീരുറവകളും വിശകലനം ചെയ്തു. തുടർന്ന് അവർ കണ്ടെത്തിയത് തികച്ചും ഞെട്ടിക്കുന്നതായിരുന്നു. സാധാരണ ഇന്ത്യൻ പ്ലേറ്റുകൾക്ക് 100 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ ടിബറ്റൻ പ്രദേശത്തെ കനം 80 കിലോമീറ്റർ മാത്രമായിരുന്നു. അതായത് 20 കിലോമീറ്റർ കനം കുറഞ്ഞതായി കണ്ടു. ഈ നിരീക്ഷണത്തിന് ശേഷം ജിയോളജിസ്റ്റുകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. എന്തെന്നാൽ ഈ പ്ലേറ്റുകൾക്ക് കീഴിൽ തീർച്ചയായും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്ലേറ്റുകൾക്ക് കനം കുറയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ 2023 ചൈനയിലെ ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഈ പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചു. അവർ മറ്റൊരു രീതിയിൽ നിരീക്ഷണം നടത്തി. അവർ ഇന്ത്യയുടെ ടിബറ്റൻ മേഖലയിലെ പ്ലേറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ ഭൗമശാസ്ത്രജ്ഞർ ഭൂകമ്പ തരംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ടിബറ്റിലെ 94 ഭൂകമ്പ കേന്ദ്രങ്ങളെ വിശദമായി പഠിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണവും അവർ കണ്ടെത്തി. ഒരു പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് 2 തരംഗങ്ങൾ ഉണ്ടാവുന്നു. പല ഘട്ടങ്ങളിലായി തരംഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാമത് പി വേവ്, മറ്റൊന്നത് എസ് വേവ്. ഈ തരംഗങ്ങൾ ഭൂമിയുടെ വിവിധ പാളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ തരംഗത്തിന്റെ വേഗതയിൽ വ്യത്യാസം വരുന്നു. അതിനാൽ ഓഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ടിബറ്റിലെ 94 ഭൂകമ്പ കേന്ദ്രങ്ങൾ കൂടുതലായി പരിശോധിച്ചു. തുടർന്ന് അവർ കണ്ടെത്തിയത് ടിബറ്റിന്റെ പുറന്തോടിന്റെ കനം 80 കിലോമീറ്റർ മാത്രമാണെന്നുള്ളതായിരുന്നു. ഭൂകമ്പത്തിൽ നിന്ന് പുറപ്പെടുന്ന PS തരംഗങ്ങളുടെ വേഗത വർദ്ധിച്ചു. അവിടെ കാണപ്പെടുന്ന മാഗ്മാശിലകൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മൾ പറഞ്ഞ പുറന്തോട് മാഗ്മയിൽ അടിയിലും മുകൾ ഭാഗത്തുമുണ്ട്. ടിബറ്റൻ മേഖലയിലെ വിള്ളലിന് കാരണം ഇത്തരത്തിലുള്ള ഭൂമിയുടെ ഉള്ളിലെ മർദ്ദമാണ്. ഇത് ഇങ്ങനെ മർദ്ദം കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ വിള്ളലുകളും ഭൂകമ്പങ്ങളും തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇത് തുടരുന്നതിനാൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഹിമാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടാതെ 1000 വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങൾ UP-യുടെ വടക്കൻ അതിർത്തിയിലെ ചില ഭാഗങ്ങളും ഇന്ത്യയുടെ ഭൂപടത്തിൽ എന്നും നിലനിൽക്കും. പക്ഷേ അതിനു മുകളിലെ ഹിമാലയത്തിന്റെ ഭാവി അത്ര ശോഭനമല്ല. വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റി ഓഫ് ജിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹിമാലയം 4 മില്ലിമീറ്റർ വേഗതയ്ക്ക് മുകളിൽ നിരന്തരം ഉയരുന്നു. ഇതിന്റെ ആവർത്തനം മൂലം ഒരു ദിവസം ഈ കുത്തനെയുള്ള ഉയരം കാരണം അതിന്റെ ഘടന അസ്ഥിരമാകും. തുടർന്ന് ഹിമാലയത്തിന്റെ വലിയ ഭാഗങ്ങൾ പെട്ടെന്ന് തകരാനും തുടങ്ങും. ഈ നാശം ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയുടെ തകർച്ചയുടെ ഫലമായിരിക്കും. ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഒരു വലിയ വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ഈ ടെക്ടോണിക് പ്ലേറ്റുകളിൽ അത്തരമൊരു കുഴപ്പം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി തന്നെ ഉണ്ടാകുമോ? അതും പ്രതിമ പോലെ യാതൊരു മാറ്റവുമില്ലാതെ നീയും ഞാനും ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ പ്രവർത്തന ഫലമായി നാം കാണുന്ന പലതും ഇവിടെ ഉണ്ടായി. ടെക്ടോണിക് പ്ലേറ്റുകളിൽ നിശ്ചലമായാൽ പലതും നശിക്കും എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഏറെക്കുറെ 10 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങൾ ടെക്ടോണിക് പ്ലേറ്റുകളുടെ കാരണത്താൽ എല്ലാം തന്നെ മണ്ണിനടിയിലായി മാറും. അതായത് ഏറെക്കുറെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള 180 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഈ ഒരു കാലയളവ് എത്തുമ്പോഴേക്കും പൂർണ്ണമായും മണ്ണിനടിയിലാവുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും നമ്മൾ മുന്നേ പറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡം 2ആയി മാറിയിട്ടുണ്ടാവും. അതിനിടയിൽ ഒരു സമുദ്രം തന്നെ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് പിന്നെയും ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഏറെക്കുറെ 500 മില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ പാൻജിയ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ് മുമ്പ് ഉണ്ടായിരുന്ന അതേ ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ടാവും. കൂടാതെ നിലവിൽ കണ്ട ഭൂഖണ്ഡങ്ങളെല്ലാം മാറി അതായത് എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്നുകൊണ്ട് ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമായിരിക്കും. ഇവിടെ നിന്ന് പിന്നീടും വർഷങ്ങൾ കഴിയുമ്പോൾ അതായത് 7.5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയും ചന്ദ്രനും ചുട്ടുപഴുക്കുന്ന സൂര്യനിൽ ചേർന്ന് പതിക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഈ ഒരു പ്രോസസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് ഇത് തീർത്തും പെട്ടെന്നുള്ള ഒരു പൂർണ്ണത എത്താനുള്ള സമയം ഇനിയും ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒന്ന് കരുതേണ്ടതുണ്ട്. വലിയ തോതിൽ ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള മനുഷ്യർ ഇതിന്റെ പ്രതിവിധി കാണാതിരിക്കില്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. Then I will stop and see you again. Bye.